ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മെസ്റ്റക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലുള്ളൊരു അടിപൊളി ഡിസൈനർ ഫാൻസി ലൈറ്റാണ്. നമ്മുടെ വീട്ടിലെ ചുമരിലൊക്കെ സിമ്പിളായിട്ട് തൂക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ലൈറ്റാണിത്. ഇത് വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് PVCയുടെ ഇതുപോലുള്ള ജംഗ്ഷനാണ്. ഇതിനെ PVC 4-വേ ജംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഇത് 3-വേ ഉള്ള സാധനം നിങ്ങൾക്ക് കിട്ടും. 20 രൂപ മാത്രമേ വിലയുള്ളൂ. ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ 2 സ്ക്രൂ ആയിട്ട് ഇതിൻ്റെ അടപ്പ് അടച്ചു വെച്ചിട്ടുണ്ടാവും. ആ സ്ക്രൂ പതിയെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു അടപ്പ് ഓപ്പൺ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ PVC ജംഗ്ഷൻ ബോക്സിൻ്റെ ആ ഒരു അടപ്പ് ഇപ്പോൾ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 4 ഭാഗത്തേക്കായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അതിനുശേഷം നമുക്ക് വേണ്ടത് LED ബൾബും അതുപോലെ തന്നെ 100 ഓമിൻ്റെ റെസിസ്റ്ററുമാണ്. ഞാനിപ്പോൾ 5 mm 4 റെഡ് കളർ LED ആണ് എടുത്തിട്ടുള്ളത്. കളർ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കുറച്ച് തെർമോക്കോളിൻ്റെ പീസ് റൗണ്ട് ഷേപ്പ് ചെയ്യാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു PVC ബൾബിൻ്റെ എഡ്ജിലോട്ടായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. ഇതിലോട്ടാണ് നമ്മൾ LED ബൾബ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു LED ബൾബ് എടുക്കാം. ഈ LED ബൾബിൽ വലിയ ലെഗ് പോസിറ്റീവും ചെറിയ ലെഗ് നെഗറ്റീവുമായിട്ടാണ് വരുന്നത്. ഓക്കെ, ഒരു LED ബൾബ് എടുത്തതിന് ശേഷം നമുക്ക് ആ തെർമോക്കോളിലോട്ട് അത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്കി 3 എണ്ണവും ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ടോട്ടൽ 4 LED ആണ് ഇതിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഈ ഒരു LED ബൾബിൻ്റെ ലെഗ് കുറച്ച് വലുതായിട്ടാണുള്ളത്. നമുക്ക് ആവശ്യാനുസരണം ഈ ഒരു ലെഗ് കട്ട് ചെയ്തതിന് ശേഷം ഇതിലോട്ട് വയേഴ്സ് സോൾഡർ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 4 റെഡ് വയറും അതുപോലെ തന്നെ 4 വൈറ്റ് വയറുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റെഡ് പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ വൈറ്റ് നെഗറ്റീവിൽ കണക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ LED ബൾബിൻ്റെ ആവശ്യമുള്ള ലെഗ് കട്ട് ചെയ്തതിന് ശേഷം ഈ വയേഴ്സ് അതിലോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ LED ബൾബിൻ്റെ പോസിറ്റീവിലോട്ട് ആദ്യം റെഡ് വയർ സോൾഡർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നെഗറ്റീവ് വയറിലോട്ട് വൈറ്റ് വയറും സോൾഡർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു LED ബൾബിലോട്ട് 2 വയർ വീതം സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാലൻസ് ഉള്ള 3 എണ്ണത്തിൽ കൂടി നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അതുകൂടി ഒന്ന് സെറ്റാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 4 LED ബൾബിലോട്ടും വയേഴ്സ് സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു PVCയുടെ ജംഗ്ഷൻ ബോക്സ് എടുക്കുക. അതിനുശേഷം ഓരോ ജംഗ്ഷനിലൂടെ ഓരോ വേയിലൂടെ നമ്മുടെ ഈ ഒരു തെർമോക്കോൾ ഇറക്കി കൊടുക്കുക. ഇതിപ്പോൾ കുറച്ച് ടൈറ്റായിട്ടാണ് നിൽക്കുന്നത്. ടൈറ്റായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇളകി പോകാതെ നല്ലപോലെ തന്നെ നിന്നോളൂ. അപ്പോൾ കുറച്ച് വലിയ പീസ് തന്നെ കട്ട് ചെയ്തിട്ട് ടൈറ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഈ ഒരു ലെവലിലോട്ട് നമ്മുടെ LED വരുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു PVCയുടെ എൻഡ് ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാത്രമേ ഒരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. ബാക്കി 3 സൈഡിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അതുകൂടി ഒന്ന് സെറ്റാക്കി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ LED ബൾബൊക്കെ ആ ഒരു ജംഗ്ഷനകത്തോട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വയേഴ്സൊക്കെ ഇപ്പോൾ ഇവിടെ ഈ പുറത്തോട്ടായിട്ട് എടുത്തിട്ടുമുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇതിലുള്ള LEDയുടെ വൈറ്റ് വയേഴ്സ് എല്ലാം ഒരുമിച്ച് കൂട്ടി പിരിച്ചു വെക്കുക. അതുപോലെ തന്നെ റെഡ് വയേഴ്സ് എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി പിരിച്ചു വെക്കുക. ഇപ്പോൾ 2 വയേഴ്സ് മാത്രമാണ് നമുക്കിപ്പോൾ 2 പോയിൻ്റ് മാത്രമാണ് ഇപ്പോൾ കാണാൻ പറ്റുക. അതിലോട്ടാണ് നമ്മൾ പവർ കൊടുക്കാൻ പോകുന്നത്. അതിന് മുന്നേ ആദ്യം ആ വയറിലോട്ട് കുറച്ച് ലെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലെഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വയർ സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അതിനുവേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ലെഡ് ആ വയേഴ്സിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആവശ്യമില്ലാത്ത പീസ് മാത്രം വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇപ്പോൾ ആ ഒരു പരിപാടിയും കൂടി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ 100 ഓമിൻ്റെ റെസിസ്റ്റർ എടുത്തതിന് ശേഷം നമ്മുടെ റെഡ് വയറിലോട്ട് റെസിസ്റ്ററിൻ്റെ ഒരു അറ്റം സോൾഡർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിപ്പോൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് വലിയ 2 പീസ് വയേഴ്സ് എടുത്തിട്ടുണ്ട്. ഒന്ന് റെഡും ഒന്ന് ബ്ലാക്കുമാണ് എടുത്തിട്ടുള്ളത്. ആ റെഡ് വയർ പോസിറ്റീവ് കൊടുക്കാനുള്ളതാണ്. അത് നമ്മുടെ റെസിസ്റ്ററിൻ്റെ മറ്റേ അറ്റത്തോട്ടായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബ്ലാക്ക് വയർ എടുത്തതിന് ശേഷം നമ്മുടെ വൈറ്റ് വയറുമായിട്ടും സോൾഡർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ കണക്ഷനൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിമ്പിളാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. ഓക്കെ, അതിനുശേഷം ഒരു ഇൻസുലേഷൻ ടാപ്പ് എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു കണക്ഷൻ ഷോർട്ട് ആവാത്ത രീതിയിൽ നല്ലപോലെ തന്നെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കുക.
ഇനി നമുക്ക് ഇതിൻ്റെ നേരത്തെ നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ടാകുന്ന ഒരു പാർട്ട് ഉണ്ടായിരുന്നു, ഇതിൻ്റെ അടപ്പ്, ഇതിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ആ ഒരു പീസ് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഇട്ടൊരു സെൻറ്ററിലൊരു ഹോളും ഇട്ടിട്ടുണ്ട്. ആ ഹോളിൽ കൂടി നമ്മൾ ഈ വയർ പുറത്തേക്ക് എടുത്തതിന് ശേഷം നേരത്തെ അഴിച്ച പോലെ തന്നെ ആ 2 സ്ക്രൂ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ആ ഒരു വർക്ക് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്കൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ആവശ്യമായിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു കർവ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് 4 റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഒരു 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. ഓക്കെ, ഈ ഒരു പീസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു കർവ് ഷേപ്പിലാണുള്ളത്. ഇത് നമുക്ക് ഈ ഒരു പീസ് എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു PVC ജംഗ്ഷൻ ബോക്സിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒരു നല്ലൊരു പ്രീമിയം ലുക്കിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ലെൻസിൻ്റെ ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫ്ലെക്സ് ക്വിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു പീസ് അവിടെ ഒട്ടിച്ച് വെച്ച് കൊടുക്കുക. ഓക്കെ, അതിപ്പോൾ അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലെക്സ് ക്വിക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടിക്കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു ലുക്ക് വരുന്നുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, അതിപ്പോൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി 3 ഭാഗത്തും കൂടി ഒട്ടിച്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആ 3 ഭാഗത്തും അത് ഒട്ടിച്ചിട്ട് വർക്ക് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് സാധാരണ മൊബൈൽ ചാർജറിലൊക്കെ ഉപയോഗിക്കുന്ന ഡാറ്റ കേബിളാണ്. ഡാറ്റ കേബിളിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തതിന് ശേഷം റെഡ് വയറും ബ്ലാക്ക് വയറും മാത്രം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ റെഡ് വയർ നമ്മുടെ LED-യുടെ റെഡ് വയറിലോട്ടും ബ്ലാക്ക് വയർ ബ്ലാക്കിലോട്ടും കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് ഷോർട്ട് ആവാത്ത രീതിയിൽ നല്ലപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വർക്ക് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സാധാരണ മൊബൈൽ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 5 വോൾട്ടിൻ്റെ അഡാപ്റ്റർ തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു USB കേബിൾ അതിലോട്ട് കണക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പവർ ഇൻ ചെയ്യേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. ആ ഒരു പരിപാടി കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ പവർ ഇൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു LED നിങ്ങൾക്ക് ഓണായിട്ടുള്ളത് കാണാൻ പറ്റും. ഇത് പകലായതുകൊണ്ടാണ് ഇത്ര വെളിച്ചം കുറവായിട്ടുള്ളത്. നമുക്കിതിൻ്റെ വിഷ്വലൊക്കെ രാത്രി കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ കയ്യിലൊക്കെ എടുക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്. 4 ഭാഗത്തും നല്ലപോലെ തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ വേറൊരു സാധനം കൂടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 4 ഡിഫറെൻറ്റ് കളർ LED ആണ്. 2 സൈഡിൽ ഒരു കളറും മറ്റേ 2 സൈഡിൽ വേറെ കളറുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. 2 ഭാഗത്ത് ഗ്രീൻ ലൈറ്റും അതുപോലെ തന്നെ 2 ഭാഗത്ത് ബ്ലൂ ലൈറ്റുമാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല ഇത് ഓരോ ഭാഗത്തോട്ടായിട്ടും 2 LED വീതം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ലൈറ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. കണക്ഷൻസിലൊന്നും വ്യത്യാസമില്ല, സാധാരണ പോലെ തന്നെയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കണക്ഷൻ നമുക്ക് ജസ്റ്റ് അഴിച്ച് മാറ്റിയതിന് ശേഷം നമുക്കിതിൻ്റെ വിഷ്വൽ രാത്രി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു PVC ജംഗ്ഷൻ ബോക്സ് ഞാൻ മതിലിലോട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ക്രൂ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഡബിൾ സൈഡ് ടാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ച് വെച്ചിട്ടാണുള്ളത്. നമ്മുടെ സെയിം സാധനം തന്നെയാണ്. പിന്നെ നമ്മുടെ അഡാപ്റ്റർ ഇവിടെയായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്വിച്ച് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. അത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് മതിലായതുകൊണ്ട് തന്നെ അത് റിഫ്ലക്ഷൻ അടിച്ചിട്ട് 4 ഭാഗത്തും ഒരു V ഷേപ്പിൽ നല്ല പോലെ തന്നെ ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഇവിടെ ലൈറ്റ് ഓൺ ചെയ്തിട്ടാണുള്ളത്. ആ ലൈറ്റ് ഓഫാക്കി കഴിഞ്ഞാൽ മാത്രമാണ് ഇതിൻ്റെ കറക്റ്റ് ലുക്ക് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലൈറ്റ് അടിപൊളിയായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ ഫസ്റ്റ് ഇൻട്രോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതേ സെയിം സാധനം തന്നെയാണിത്. അപ്പോൾ നല്ല അടിപൊളിയായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, ഇനി ഒരു ബൾബ് നമുക്ക് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഡിഫറെൻറ്റ് കളർ LED കൂടി ഇതിലോട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ആ ഒരു LED ജംഗ്ഷൻ ബോക്സ് കൂടി ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഇൻഡു മാർക്കിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സ്വിച്ച് കൂടി ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ വർക്കിംഗ് കൂടി ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ മറ്റേതിനേക്കാളും കുറച്ചും കൂടി ഭംഗിയായിട്ടുള്ളത് ഇതാണ്. 2 ഡിഫറെൻറ്റ് കളറായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ലുക്ക് ഇതിന് വരുന്നുണ്ട്. നമ്മുടെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. സിമ്പിളാണ്, എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കുക. വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഫാൻസി ലൈറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.